പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഗാധമായൊരു ദുഃഖത്തിന് നടുവിലാണ് നാം ഇപ്പം നിൽക്കുന്നത്. ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും അമ്മമാരും വൃദ്ധരും ഓരോ ദിനം പ്രതി, നിമിഷം പ്രതി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും കൊല ചെയ്യപ്പെടാം. അതുകൊണ്ട് ഗാസയിൽ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വൃദ്ധർക്കും വേണ്ടി ഹൃദയംഗമമായ ഭാഷയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. മറ്റൊന്ന്, ഒരു മഹാദ്രോഹത്തിന് മുൻപിലാണ്, ഒരു മഹാക്രൗര്യത്തിന് മുൻപിലാണ് നാം നിൽക്കുന്നത്. ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്ര സന്യാസിയെ തലവെട്ടിക്കൊന്ന ഒരു കൊലയാളിയുടെ പേരിൽ ഒരു കൊലയുടെ സ്മാരകം അയോധ്യയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയും അതിന്റെ നടപടികൾ, അതിന്റെ ഉദ്ഘാടന നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതിഭീഭത്സമായ, നമ്മുടെ ഓരോരുത്തരുടെയും നരമ്പുകളിൽ ചോര തിളയ്ക്കേണ്ട അതിഭീകരമായൊരു മുഹൂർത്തത്തിൽ കൂടിയാണ് നാം നിൽക്കുന്നത്. ജാതി സെൻസസിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ വശങ്ങളും, എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കണം, ജാതി സെൻസസിനെ ആരാണ് ഭയക്കുന്നത്, 1871 ബ്രിട്ടീഷുകാർ ദശവത്സര ജാതി സെൻസസ് നടപ്പാക്കിയ അന്നു മുതൽ തന്നെ ജാതി സെൻസസിനെ കുറിച്ചുള്ള സവർണരെ മാത്രം ബാധിച്ച ആശങ്കയും ആങ്സ്റ്റും ദുഃഖവുമൊക്കെ ഇന്ന് 2024 കേരളത്തിലും ബംഗാളിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ, സവർണർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ ജാതി സെൻസസ് പുറത്തു കൊണ്ടുവരുന്ന കണക്കുകൾ വെളിച്ചത്താക്കുന്ന എന്തായിരിക്കും? ജാതി സെൻസസ് നടപ്പാക്കിയാൽ ചിലർക്കൊരു വിചാരമുണ്ട്, എല്ലാ ജനവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ചും ജനസംഖ്യയിലെ മർദ്ദിത മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ തലയെണ്ണിയുള്ള, അവരുടെ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഗവൺമെന്റ് സർവീസിലും മറ്റ് പബ്ലിക് സെക്ടറും ലഭിക്കും എന്ന് നമുക്കറിയാം. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ, അതിനുവേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളിൽ നാം സജീവമായി ഇടപെടുക തന്നെ വേണം. പക്ഷേ ഈ ജാതി സെൻസസ് എന്നത് ഒരു ഇരുതലയുള്ള വാളാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. 1950 മുതൽ ദളിതർക്ക് 15% കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് റിസർവേഷനും ഗോത്ര ആദിവാസി വിഭാഗങ്ങൾക്ക് 7.2 കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് റിസർവേഷൻ നടപ്പാക്കി കഴിഞ്ഞ 74 വർഷം വരെ. പക്ഷെ യഥാർത്ഥത്തിൽ 74 വർഷത്തെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തിന്റെ നടപ്പാക്കൽ കൊണ്ട് പല സ്ഥലങ്ങളിലും, പല രംഗങ്ങളിലും, ഉയർന്ന രംഗങ്ങളിൽ ഈ SC STകളുടെ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഈ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യവാദം എന്നത് ഇതിന്റെ പിന്നിൽ ഒരു സവർണ ഗൂഢാലോചന പതുങ്ങിയിരിപ്പുണ്ട് എന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കാരണം ഇന്ത്യൻ ജനസംഖ്യയിലെ 140 കോടി മനുഷ്യർ അധിവസിക്കുന്ന ഇന്ത്യയിലെ ജനസംഖ്യയുടെ 7% മാത്രം വരുന്ന, പരമാവധി 10% മാത്രം വരുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, ബനിയ വിഭാഗങ്ങളുടെ യഥാർത്ഥ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഭൂമിക നിയമസഭകളോ കോടതികളോ പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങളോ അല്ല എന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അവരുടെ മേഖല, സവർണാധികാരത്തിന്റെ യഥാർത്ഥ മേഖല പ്രതീകാത്മകവും ആചാരപരവുമായ മേഖലയാണ്. ഒരു ഉദാഹരണം പറയാം. ജനാധിപത്യത്തിന്റെ സിരാകോവിൽ എന്നാണല്ലോ നാം അറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റിലെ, നാം വോട്ട് നൽകി അധികാരത്തിലെത്തുന്ന ആളുകൾ വന്നിരുന്ന് ഭരണം നടത്തുന്ന കേരളീയ ജനാധിപത്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനം. പക്ഷെ ആ സ്ഥാപനത്തിന് മുൻപിൽ നിൽക്കുന്നത് ആരാണ്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. 1806 വൈക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 200 ഈഴവ യുവാക്കളെ വെട്ടിക്കൊന്ന് കുളത്തിലിട്ട് മൂടിയ നരാധമനായ ഒരു വേലിത്തമ്പിയാണ് കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന് മുൻപിൽ നായക പ്രതിവേശവുമായി നിൽക്കുന്നത്.
അപ്പൊ യഥാർത്ഥത്തിൽ കേരള നിയമസഭ എന്നത് ഒരു മന്ദിരം, ഒരു കെട്ടിടം മാത്രമായി മാറുകയും ആ കെട്ടിടത്തിന്റെ ആശയപരവും സാംസ്കാരികവും പ്രതീക ചിഹ്നപരവുമായ അധികാര വ്യവസ്ഥയാകെ തനിക്കാകെ ആവാഹിച്ചു നിൽക്കുന്ന ഒരു പ്രതീകാത്മക അധികാര കേന്ദ്രവുമായി മാറിയിരിക്കുന്നു ഈ ദളവാക്കുളത്തിന്റെ വേലുത്തമ്പി ദളവയുടെ പ്രതിമ. അതുകൊണ്ട് നിങ്ങളിവിടെ തിരിച്ചു പോകുന്നതിന് മുൻപ് കുറഞ്ഞപക്ഷം അയാളുടെ മുഖത്തേക്കൊന്ന് കാർക്കിച്ച് തുപ്പുകയെങ്കിലും ചെയ്യണം. ഈ കേരള നിയമസഭയ്ക്ക് അപമാനമായി നിൽക്കുന്ന ദളവാക്കുളയുടെ മുഖത്തേക്കൊന്ന് കാർക്കിച്ച് തുപ്പാനെങ്കിലുമുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് സമയപരിധി കൊണ്ട് നിർത്തുകയാണ്. ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒറ്റ കാര്യം, നിങ്ങൾ എയ്ഡഡ് സ്കൂളുകളെ നിർവചനം PSCക്ക് വിടണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ജാതി സർവേ നടത്തി, എല്ലാവരുടെയും കണക്കെടുത്തു, എല്ലാവർക്കും ജനസംഖ്യാനുപാതികമായി റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ തീരുമാനിക്കുമ്പോൾ ആകെ 4%. ഇന്ത്യയിലെ തൊഴിലവസരങ്ങളുടെ 4% ഇന്ന് ഇന്ത്യയിൽ പൊതുമേഖലയിലുള്ളത്. ബാക്കി 96% കൈയടക്കി വെച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ, ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിൽ നിയമപരമായ 90% സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള പ്രമേയം ഈ സമ്മേളനം ഏകകണ്ഠമായി പാസാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നാലാമത്തേത്, ഈ എല്ലാത്തരം സംവരണങ്ങളും ജനസംഖ്യാനുപാതി പ്രാതിനിധ്യമൊക്കെ വന്നാലും അംബേദ്കറുടെ ആത്യന്തിക ലക്ഷ്യമായിരുന്ന അനഹിലേഷൻ ഓഫ് കാസ്റ്റ്, ഇത് നശിപ്പിക്കുന്നത് വരെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കും. അതിനുള്ള മാർഗം എന്ത്? അതിലേക്കുള്ള എനേബിളിംഗ് ഫാക്ടേഴ്സ് മാത്രമാണ് സംവരണം, എയ്ഡഡ് സ്കൂളുകളെ നിയമനം, PSCക്ക് വിടൽ, സ്വകാര്യ മേഖലയിലെ സംവരണം, ജാതി സെൻസസ്. ഇതൊക്കെ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പരമലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതിനോട് എനിക്ക് യോജിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തും IIT പ്രൊഫസറായ ഒരു പ്രൊഫസർ ദ്വിവേദിയുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞത്, അംബേദ്കറുടെ സ്വപ്നം ഇന്ത്യയിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരു ഫ്രഞ്ച് മോഡൽ റവല്യൂഷൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ രഘു. അടുത്തതായി ഈ ഐക്യ